Welcome to my first long video. നമ്മുടെ ചാനലിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പൊ നമുക്ക് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെൻസിൽ ടോപ്പർ ആണ് കേട്ടോ. കുറച്ച് ഓവറായില്ലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതിനൊരു ഒറ്റ സാധനം മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് കേട്ടോ. അത് സ്റ്റേഷനറി കടയിലൊക്കെ നിങ്ങൾക്ക് ഒരു 10 rupees കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇനിയിപ്പോ പുതിയത് വാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പീസ് ആയാലും മതി. ഒരു 6x4 cm മെഷർമെന്റിൽ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർഫ്ലൈന്റെ കട്ടൗട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ. എന്നിട്ട് ആ വരച്ച ഭാഗം നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ബട്ടർഫ്ലൈന്റെ ഷേപ്പ് കിട്ടി. ഇനി വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഏകദേശം പെൻസിലിന്റെ ലെങ്ത് ഒന്ന് നോക്കിയിട്ട് 2 വര ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ ചെയ്ത പോലെ സെന്ററിൽ 2 വര ഇട്ട് കൊടുക്കുക. അവിടെയാണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു പേപ്പർ കട്ടറോ എന്തെങ്കിലും ഒരു നൈഫോ യൂസ് ചെയ്തിട്ട് ആ 2 വര കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പെൻസിൽ എടുത്തിട്ട് ഞാനിപ്പോ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കുക. അപ്പത്തേക്ക് നമ്മുടെ പെൻസിൽ ടോപ്പർ റെഡിയായി. ഇത്ര ഈസിയാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അത്രയൊക്കെ കാണിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ഷൈൻ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റിൽ പറയണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ജസ്റ്റ് ഷോ ഓഫിന് മാത്രമല്ല, നമ്മുടെ സ്റ്റഡീസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു A4 ഷീറ്റ് ആണ്. ഇത് A4 ഷീറ്റ് ഞാൻ ആദ്യം തന്നെ മടക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കാണിച്ച പോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കിംഗ് ഓയിലില്ലേ, അത് കോട്ടണിലാക്കിയിട്ട് ഈ ഒരു പേപ്പർ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവണം. അതിനുശേഷം നമ്മൾ കുറച്ചു നേരം ഡ്രൈ ആവാൻ വിടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് ചൂടാക്കുകയും ചെയ്യാം. അയൺ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പാരന്റ്സിന്റെ സൂപ്പർവിഷനോട് കൂടി മാത്രം യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി കേട്ടോ. അതിനുശേഷം നമുക്ക് പേപ്പർ ഈ ഒരു ടൈപ്പിലായിട്ട് കിട്ടും. അത് വീണ്ടും നിങ്ങൾ മടക്കി കൊടുക്കുക. കാരണം അയൺ ചെയ്തപ്പോൾ ആ ഒരു ക്രീസ് ഒക്കെ പോയിട്ടുണ്ടാവും. ഇതേപോലെ നന്നായിട്ട് മടക്കി കൊടുത്തു കേട്ടോ. അതിനുശേഷം ആ ഒരു മടക്കിയ വരയിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഞാനൊരു നൈഫ് വെച്ചാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ് ചെയ്ത് കട്ട് ചെയ്യാം. സിസേഴ്സ് വെച്ചിട്ടോ എന്താണെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത്രയും പേജസ് ഒന്നിച്ച് വെച്ചിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുക. ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ വേറെ ഏതെങ്കിലും ഗം യൂസ് ചെയ്താൽ നമുക്ക് പറിക്കുമ്പോൾ ഇങ്ങ് പറഞ്ഞു പോരില്ല. നന്നായിട്ട് ഫിക്സ് ചെയ്തതിനു ശേഷം അത് ഡ്രൈ ആകാൻ വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കാനുള്ള ഒരു ബോർഡ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ കാർഡ്ബോർഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കട്ടിയുള്ള ബോർഡ്സ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ അതിന്റെ മേലെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കവറില്ലേ, ആ കവർ മുറിച്ചെടുത്താണ് കേട്ടോ ഈ പേപ്പർ. എന്നിട്ട് അത് വെച്ച് കവർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതേപോലെ കിട്ടിട്ടോ, നല്ല വൃത്തിയായിട്ടില്ലേ ഇപ്പൊ. എന്നിട്ട് ഞാൻ ബ്രൗൺ കളർ വെച്ചിട്ട് ഗ്രിഡ് വരച്ചു. പിന്നെ നമ്മൾ സ്റ്റിക്കി നോട്ട് എഴുതി വെച്ചു. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സ്റ്റിക്കി നോട്ടില്ലേ, ബാക്കിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സ്റ്റിക്കി നോട്ട് എഴുതിയതും കൂടെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പൊ അടിപൊളിയായിട്ടില്ലേ? അപ്പൊ നമ്മുടെ സ്റ്റിക്കി നോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യാൻ നോക്കാം അല്ലേ. എൻ്റെ ഇപ്പോൾ ഡയഗ്രാംസ് ഉള്ള ബുക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണിൽ തന്നെയാണ് കേട്ടോ ഡയഗ്രാം വരച്ചു നോക്കുന്നത്. അതും പേപ്പർ കോപ്പി ആപ്പിൽ വെച്ചിട്ട് ട്രേസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ റൂമൊക്കെ ഒന്ന് ഇരുട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മുടെ ഡയഗ്രാം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്കൂൾ നോട്ട്സിലൊക്കെ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡയഗ്രാംസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതേപോലത്തെ ഷേക്കർ യൂണിക്കോൺ സ്കെയിൽ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന് മുന്നിലൊക്കെ ഒന്നാളായിക്കൂടെ? പിന്നെന്താ ആയിക്കൂടെ? അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് കാണണ്ടേ? അതിന് ട്രാൻസ്പെറന്റ് ഷീറ്റ് ഒന്ന് വേണം. ഇതിന്റെ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് 5 rupees ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വലിപ്പത്തിൽ സ്കെയിലിന്റെ അളവെടുക്കുക. ഞാനൊരു 20x6 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇതേപോലെ ഈ വലിയ സൈഡ് ഫസ്റ്റ് ഒട്ടിക്കുക. അതിനുശേഷം ഈ 2 ചെറിയ സൈഡ് ഒട്ടിക്കുക കേട്ടോ. ഈ വലിയ സൈഡും ഒരു ചെറിയ സൈഡും മാത്രമേ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ. മേലത്തെ സൈഡ് നമ്മൾ അങ്ങനെ തന്നെ വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. അപ്പൊ ഈ 2 സൈഡും ഒട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് സീക്വൻസ് എടുക്കുക. എനിക്ക് ഇത്രയും എണ്ണമാണ് ഇഷ്ടപ്പെട്ടത്. യൂണിക്കോൺ എന്ന് പറയുമ്പോൾ നമുക്ക് മിക്സഡ് കളർഫുൾ തീമിലാണല്ലോ എടുക്കണ്ടേ. അപ്പൊ ഞാൻ കുറച്ച് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിക്ക് ചെയ്യാത്ത ഭാഗത്തൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ സ്റ്റിക്കർ എടുത്ത് കളയാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഭാഗം ഒട്ടിട്ടോ. പിന്നെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഇതിന്റെ സൈഡിലാണ് നമ്മൾ മെഷർമെന്റ് വരച്ചു കൊടുക്കേണ്ടത്. മൊത്തം കവർ ചെയ്യാത്ത രീതിയിൽ ഒരു ചെറിയ ഭാഗത്താണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഏകദേശം നിങ്ങളെ സ്കെയിലിന്റെ ആ ഒരു മെഷർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ അതിന്റെ അളവൊന്നും നോക്കിയിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഈ ഫോണിൽ യൂണിക്കോണിന്റെ ഒരു പിക്ചർ എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ പേപ്പർ കോപ്പിയിലെ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേസ് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇരുട്ടാക്കി വെക്കുക റൂം. അതിനുശേഷം നമുക്ക് വരച്ചെടുക്കാം. നന്നായിട്ട് ആ യൂണിക്കോണിന് പേപ്പറിലേക്ക് വരച്ചെടുത്തതിന് ശേഷം
ഞാൻ സാധാ സ്കെച്ച് പെന്നാണ് കേട്ടോ യൂസ് ചെയ്തത്. എല്ലാവർക്കും ആൽക്കഹോൾ മാർക്കേഴ്സും ബ്രഷ് പെൻസും ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ സാധാ ഡോംസിന്റെ 10-20 റുപ്പീസിന്റെ സ്കെച്ച് പെൻസ് ഇല്ലേ, അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇത് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതേപോലെ മടക്കി എടുത്തു. നമുക്ക് 2 സൈഡും വേണ്ടതുകൊണ്ട് ഞാൻ മടക്കിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കളറുള്ള യൂണിക്കോൺ ഫ്രണ്ടിലും കളറില്ലാത്തത് ബാക്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. സ്കെയിലിന്റെ സൈഡ് ചെയ്ത് വെച്ച പേപ്പറിൽ നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങൾ വേറൊരു സ്കെയിൽ വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ട്രാൻസ്പെറന്റ് യൂണിക്കോൺ സ്കെയിൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഇനി സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഷെയർ ചെയ്യാലോ. ഇനി നമുക്കൊരു പെൻസിൽ കേസ് ഉണ്ടാക്കിയാലോ, നമ്മുടെ കളർ പെൻസിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് എടുത്തത് ഓറഞ്ച് കളർ A4 ഷീറ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ ആണെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ A4 ഷീറ്റ് കളർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ ഞാനൊരു വലിയ സ്കെയിൽ വെച്ചിട്ടുണ്ട്. ഒരു 30 സെന്റിമീറ്ററിന്റെ സ്കെയിലില് ഫസ്റ്റ് ഒരു 9 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു, പിന്നെ 10 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 19 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ ആൻഡ് 22 സെന്റിമീറ്റർ. അപ്പൊ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം താഴെ അതേപോലെ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് താഴേക്ക് ആ ലൈന് യോജിപ്പിച്ചു കൊടുക്കുക. പിന്നെ താഴെ അതേപോലെ 1 സെന്റിമീറ്റർ വിട്ടിട്ട് 3 ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. 22 സെന്റിമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ ഞാനിതിൽ ഷെയ്ഡ് ഇട്ട ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും അറിയില്ല. വീഡിയോ ശരിക്കും കണ്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഈ കട്ടിങ്ങിലാണ് കേട്ടോ എല്ലാം ഇരിക്കുന്നത്. നമ്മുടെ ആ കറക്റ്റ് പെൻസിൽ കേസിന്റെ ഒരു രൂപം കിട്ടണമെങ്കിൽ ഈ ഒരു കട്ടിങ് കറക്റ്റ് ആയിട്ട് ചെയ്യണം, എന്നാലേ വൃത്തി ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച വരകളൊക്കെ ഒന്ന് ക്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്കോറിംഗ് ബോർഡ് ഉള്ളവർക്ക് അതിൽ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതിൽ ചെയ്തത്. നിങ്ങൾക്ക് കൈവച്ച് വെറുതെ മടക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ആ ലൈനിൽ കൂടി ഒക്കെ ക്രീസ് ചെയ്തതിന് ശേഷം അതിന്റെ ഉൾഭാഗത്ത് ഒരു വലിയ സെലോ ടാപ്പിന്റെ വലുപ്പത്തിലുള്ള ഭാഗം വരച്ചു കൊടുത്തു. ഇനി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അത് വന്നത്. ഇനി നമ്മൾ നന്നായിട്ട് മടക്കിയതിന് ശേഷം ആ എക്സ്ട്രാ ഭാഗത്ത് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ആ ഭാഗത്തൊക്കെയാണ് ഗം അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ ഇതിനൊരു കവറും കൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 10 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഒന്നെങ്കിൽ കോമ്പസ് വെച്ചോ അല്ലെങ്കിൽ നേരത്തെ യൂസ് ചെയ്ത സെലോ ടൈപ്പ് വെച്ചോ നിങ്ങൾക്ക് ഈ ഒരു സെമി സർക്കിൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിൽ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളൊരു ഫ്ലാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആ ഫ്ലാപ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ എന്താണോ ചെയ്യുന്നത് അതേപോലെ ചെയ്ത് നോക്കുക. ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. അതിന് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ സെമി സർക്കിൾ കട്ട് ചെയ്തതിന് ശേഷം അതിന്റെ മാർക്കിംഗ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ സെമി സർക്കിൾ എവിടം വരെ വരുമെന്ന്. എന്നിട്ട് നമ്മൾ ആ ഫ്ലാപ്പ് വെക്കുന്നതിന് മുന്നേ ഓൾറെഡി അത് ഫിക്സ് ചെയ്ത് നോക്കുക. ആ ഒരു ചെറിയ ക്ലോസ് ചെയ്യുന്ന ഭാഗം ഉള്ളിലേക്ക് പോകുന്നുണ്ടോ നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോയതിനു ശേഷം നമ്മൾ ബാക്കിൽ മടക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഫ്ലാപ്പ് റെഡിയായി. ഇനി നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മളിപ്പോ ഒരു മൂങ്ങേന്റെ പെൻസിൽ കേസ് ആണ് ചെയ്യുന്നത്. അപ്പൊ മൂങ്ങേന്റെ ഷേപ്പിലുള്ള കണ്ണും മൂക്കും ചിറകും ഒക്കെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു A4 ഷീറ്റിൽ കളർ ചെയ്തെടുത്തത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ശരിക്കും സാധാരണ കൈവച്ച് തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കോപ്പിയിൽ ട്രേസ് ചെയ്യാം. അതിനുശേഷം ഈ കണ്ണും മൂക്കും ഒക്കെ കറക്റ്റ് പ്ലേസിൽ വെച്ചിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ മൂങ്ങ പെൻസിൽ കേസ് റെഡിയായി. ഇനി നമുക്ക് കളർ പെൻസിലൊക്കെ ഇട്ട് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് എല്ലാ ഫ്രണ്ട്സിനും ഞെട്ടിക്കണം. ഇതേപോലത്തെ സാധാരണ പെണ്ണ് നമുക്ക് ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ട് മാറ്റാം. അപ്പൊ നമുക്കങ്ങ് തുടങ്ങിയാലോ. അതിന് ആദ്യം തന്നെ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. അത് A4 ഷീറ്റ് ആയാലും കുഴപ്പമില്ല, ചാർട്ട് പേപ്പർ ആയാലും കുഴപ്പമില്ല. എന്നാലും കുറച്ചുകൂടി നല്ലത് A4 ഷീറ്റ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ A4 ഷീറ്റ് ആകുമ്പോൾ നമുക്ക് മടക്കുമ്പോൾ അധികം കട്ടി കൂടില്ല. പക്ഷെ ചാർട്ട് പേപ്പർ ആണെങ്കിൽ ഭയങ്കര കട്ടി വരും കേട്ടോ. എന്നിട്ട് ഞാൻ ബ്രഷ് പെൻസ് ഉപയോഗിച്ചിട്ട് ഒരു ഗ്രിഡ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല. അതെടുത്ത് ചെയ്താൽ മതി കേട്ടോ. അതില്ലാത്തവർക്കാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്ന പോലെ ചെയ്യേണ്ടത്. വെർട്ടിക്കൽ ആൻഡ് പാരലൽ ആയിട്ട് നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവസാനം അതൊരു ക്യൂട്ട് ഗ്രിഡ് ഡിസൈൻ ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ എന്റെ ഒരു രീതിയിൽ ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നോർമൽ പെൻ എടുത്തിട്ട് അതിൽ വെച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ഭാഗം കീറിക്കളയാം. എന്നിട്ട് മടക്കിയിട്ട് അയ്യോ കുറച്ച് തെറ്റിപ്പോയി, അത് നമുക്ക് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കളയാല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിത് ചുരുട്ടാനുള്ള ഭാഗമാണ് കേട്ടോ. അപ്പത്തേക്ക് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അതിന്റെ എൻഡിലും സ്റ്റാർട്ടിലും ഒട്ടിച്ചു കൊടുക്കുക. എന്തായാലും ഇത്രയും വലിയ ടേപ്പിന്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു ടേപ്പിനെ 2 പീസ് ആക്കാണ് കേട്ടോ. എന്നിട്ട് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം അത് പറിച്ചതിന് ശേഷം നമ്മൾ പെന്ന് വെച്ചിട്ട് ചുരുട്ടി കൊടുക്കുകയാണ്. നല്ല ടൈറ്റിൽ തന്നെ ചുരുട്ടിക്കോളൂ, എന്നാലേ നമുക്ക് ലൂസായി പുറത്ത് വരാതിന് ശേഷം അതിന്റെ ബാക്കി നേരത്തെ നമ്മൾ കീറി കളഞ്ഞിട്ടേ ആ ഒരു പീസ് എടുത്തിട്ട് അതിന്റെ സെന്ററിൽ വെച്ചും ഇതേപോലെ ചുരുട്ടി കൊടുക്കുക. നമ്മൾ നേരത്തെ പെന്നിൽ ചെയ്ത അതേപോലെ.
അതെന്തിനാന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ടോപ്പ്. ഇനി ആ ടോപ്പിന്റെ മേലത്തെ ഭാഗം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നറിയില്ല, പക്ഷെ നിങ്ങൾക്ക് കണ്ട എന്തായാലും മനസ്സിലാവും കേട്ടോ. അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്യാം. പെന്നിന്റെ ടോപ്പിലും പെന്നിന്റെ അതേപോലെ ബോട്ടത്തിലും ഒട്ടിക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഓൾറെഡി വരച്ചു വെച്ചിരുന്ന ഒരു സ്റ്റിക്കർ അത് ഞാൻ ടോപ്പിന്റെ മേലെ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഗ്ലൂ ഗൺ വെച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്റ്റിക്ക് ആവാനാണ്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ സാധാ ഗം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്താലും മതി. അപ്പൊ നമ്മുടെ ക്യൂട്ട് പിൻട്രസ്റ്റ് പെന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? അപ്പൊ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഒരു നോട്ട് പാഡിലാണ് കേട്ടോ എഴുതുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത്രയൊക്കെ പോരെ നമ്മുടെ സാധാ പെന്ന് പിൻട്രസ്റ്റ് ആക്കാൻ. അപ്പൊ അത്രയുള്ളൂ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോട്ട് പാഡ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ടൈം ടേബിൾ, ഹോംവർക്ക്, ഇമ്പോർട്ടന്റ് നോട്ട്സ് ഒക്കെ നമുക്ക് അതിൽ എഴുതി വെക്കാം കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് കുറച്ച് A4 ഷീറ്റ്സ് ആണ്. ഞാനിവിടെ 2 A4 ഷീറ്റ് ആണ് എടുത്തത്. നിങ്ങൾക്ക് ബുക്കിന് എത്ര പേജ് വേണോ അത്ര A4 ഷീറ്റ്സ് എടുക്കാം കേട്ടോ. എന്തായാലും നമ്മൾ മടക്കിയാണ് യൂസ് ചെയ്യുക. അപ്പൊ 2 ഷീറ്റ് കൊണ്ട് തന്നെ നമുക്ക് കുറെ പേജസ് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം അത് മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് സ്റ്റേപ്ലർ ചെയ്ത് വെക്കണം. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബുക്കിനൊക്കെ ഇതേപോലത്തെ നടുവിലാണല്ലോ സ്റ്റേപ്ലർ വരിക. അതേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് വേണ്ടത് ഒരു റേസർ ആണ്. ഞാൻ ഈ വീഡിയോ കാണുന്ന പോലെ റേസർ എടുത്തിട്ട് നേരെ ബുക്കിന്റെ ഈ മടക്കിയ ഭാഗത്തിന്റെ അവിടെ വെക്കുക. അത് സെന്ററിൽ നിന്ന് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുക. അപ്പൊ സ്റ്റേപ്ലർ നേരെ പോയിട്ട് ആ റേസറിൽ കുത്തി നിൽക്കും. അതിനുശേഷം ആ റേസർ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ആ പിന്ന് കൈ വെച്ചിട്ട് അമർത്തി കൊടുക്കുക. അപ്പൊ കറക്റ്റ് സെന്ററിൽ തന്നെ അതിന്റെ ആ ക്ലിപ്പ് വന്നു കേട്ടോ. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും ചെയ്യാം. അങ്ങനെ നമ്മൾ ബുക്ക് റെഡിയായി. ഇനി ഇതിന്റെ കവർ പേജ് സെറ്റ് ചെയ്യണം. അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു റെഡ് കളർ A4 ഷീറ്റ് ആണ് കേട്ടോ. ഞാനതിന് കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ബുക്കിന്റെ ഏകദേശം ഒരു അളവ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. നിങ്ങളിപ്പോ വീഡിയോ കാണുന്നില്ലേ, ഞാൻ ഇതുപോലെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതേപോലെ വേണമെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ ആദ്യം തൊട്ടേ അളവെടുത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ കവർ പേജും സെറ്റ് ആയിട്ടുണ്ട്. കവറിൽ ഗ്ലൂ തേച്ചതിന് ശേഷം നമ്മുടെ ബുക്ക് അതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഡ്രൈ ആവാൻ വിടുക. അത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ പേജ് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബുക്കിൽ കണ്ടിട്ടില്ലേ, ചെറിയ പ്രിന്റ്, ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള പ്രിന്റ് കാണാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മൾ പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ആക്കി എടുക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ഭംഗിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു കളർ, അതിപ്പോ അക്രിലിക് ആണെങ്കിലും വാട്ടർ കളർ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അതെടുത്തിട്ട് അതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഓരോ ഹാർട്ട് വരച്ചു കൊടുക്കുക. അപ്പൊ നല്ല ലൈറ്റ് ഷെയ്ഡിൽ കിട്ടും കേട്ടോ. ഇത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പേജിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള പോലെ ഇരിക്കും കേട്ടോ. ഏകദേശം എല്ലാ ഹാർട്ടിനും ഒരേ കളർ വരുത്താൻ മാക്സിമം ശ്രദ്ധിക്കണം. ഇതേപോലെ ഞാൻ എല്ലാ പേജിലും സെറ്റ് ചെയ്തെടുത്തു. ഈ ഒരു സംഭവത്തിന് കുറച്ച് ടൈം വേണം. അതുകൊണ്ട് കുറച്ച് ക്ഷമ ഉള്ളവർ മാത്രമേ ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ പേജും അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പേജ് കുറച്ച് കളറാക്കണ്ടേ. ചുമ്മാ ഫ്രീ ആയിട്ട് വിടുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചിട്ട് കളറാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള സ്റ്റിക്കറാണ് കേട്ടോ ഇവിടെ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വരച്ച സ്റ്റിക്കർ ആണെങ്കിലും ഇതിൽ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ച് അലങ്കോലപ്പണികളൊക്കെ തീർത്തതിന് ശേഷം ഫ്രണ്ടിലും വൈറ്റ് കളർ വെച്ചിട്ട് നമ്മൾ ഹാർട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു പേജിന് കുറച്ചുകൂടി മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം നമ്മൾ നോട്ട് പാഡെന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടില് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. മിനി നോട്ട് ബുക്കെന്നോ നോട്ട് പാഡെന്നോ മെമ്മോ പാഡെന്നോ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പൊ നമ്മുടെ ബുക്ക് സെറ്റായി. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ എഴുതിക്കോളൂ. അങ്ങനെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബുക്കാണ്. എന്താ, ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത എല്ലാ ക്രാഫ്റ്റും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി സ്കൂളിലൊക്കെ പോയിട്ട് അടിച്ചു വിളിച്ചിട്ട് വാട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.